വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് USS സോഷ്യൽ സയൻസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ മുൻപും ക്ലാസ് 8ന്റെ ആക്ടിവിറ്റി കാർഡ് ആൻസേഴ്സ് ഇട്ടിട്ടുണ്ട്. അത് കാണുവാനായി എന്റെ ചാനൽ സന്ദർശിക്കുക. USS സോഷ്യൽ സയൻസ് ചാപ്റ്റർ 1 യൂറോപ്പ് ഇൻ ട്രാൻസിഷൻ എന്ന പാഠത്തിലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, എക്സ്ട്രാ ഇൻഫർമേഷൻസ് അബൌട്ട് ക്വസ്റ്റ്യൻസും മോർ ഇൻഫർമേഷൻസുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. വിച്ച് റെനൈസൻസ് സ്കൾപ്ചേഴ്സ് വർക്ക് ഈസ് ഗട്ടാമലാട്ട? ഗട്ടാമലാട്ട ആരുടെ വർക്കാണെന്നാണ് ചോദ്യം. ആരുടെ വർക്കാണ് ഗട്ടാമലാട്ട? ഗട്ടാമലാട്ട ഡൊണാട്ടെല്ലോയുടെ വർക്കാണ്. ആരുടെ വർക്കാണ്? ഡൊണാട്ടെല്ലോ. വിച്ച് റെനൈസൻസ് സ്കൾപ്ചേഴ്സ് വർക്ക് ഈസ് ഗട്ടാമലാട്ട? ഡൊണാട്ടെല്ലോ. ബാക്കിയുള്ള ഓപ്ഷൻസിന്റെ വർക്ക്സ് നോക്കാം. എക്സ്ട്രാ ഇൻഫർമേഷൻ അബൌട്ട് ക്വസ്റ്റ്യൻസ്. മൊണാലിസ ആൻഡ് ലാസ്റ്റ് സപ്പർ ആർ ദ വർക്ക്സ് ഓഫ് ലിയോണാർഡോ ഡാവിഞ്ചി. ലിയോണാർഡോ ഡാവിഞ്ചിയുടെ വർക്ക്സ് ആണ് മൊണാലിസ ആൻഡ് ലാസ്റ്റ് സപ്പർ. ലാസ്റ്റ് സപ്പറും മൊണാലിസയും ലിയോണാർഡോ ഡാവിഞ്ചിയുടെ വർക്കാണ്. അടുത്ത് മൈക്കൽ ആംഗ്ലോ പെയിന്റഡ് ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ്. ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് ആരുടെ വർക്കാണ്? മൈക്കൽ ആംഗ്ലോ. മൈക്കൽ ആംഗ്ലോ പെയിന്റഡ് ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ്. The door of the Florence Baptistery is the work of the famous architect Lorenzo Ghiberti. Lorenzo Ghibertiയുടെ വർക്കാണ് The Florence Baptistery. The Florence Baptistery is the work of Lorenzo Ghiberti. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. From which country did the religious Reformation in Europe under the leadership of Martin Luther begin in the 16th century? From which country did the religious Reformation in Europe under the leadership of Martin Luther begin the 16th century? 16ാമത്തെ സെഞ്ചുറിയിൽ മാർട്ടിൻ ലൂതർ കിങ് നയിച്ച റിഫർമേഷൻ ഏത് കൺട്രിയിലാണ് നടന്നത്? ഓപ്ഷൻസ് വായിക്കാം. ഇറ്റലി, ജർമ്മനി, തുർക്കി, ഇംഗ്ലണ്ട്. ഇറ്റലി, ജർമ്മനി, തുർക്കി, ഇംഗ്ലണ്ട്. ഇതിൽ ഏത് കൺട്രിയിലാണ് നടന്നത്? ആൻസർ എന്ന് പറയുന്നത് ജർമ്മനിയാണ് ആൻസർ. ജർമ്മനിയിലാണ് റിഫർമേഷൻ നടന്നത്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ഓപ്ഷൻസിന്റെ ഇത് നോക്കാം നമുക്ക്. എക്സ്ട്രാ ഇൻഫർമേഷൻസ് അബൌട്ട് ക്വസ്റ്റ്യൻസ്. Italy was known as the cradle of Renaissance. Cradle of Renaissance എന്നറിയപ്പെടുന്നത് എന്താണ്? ഇറ്റലിയാണ് cradle of Renaissance എന്ന് അറിയപ്പെടുന്നത്. In 1453, the Turk conquered Constantinople, which was the capital of the Eastern Roman Empire. Now Constantinople is known by the name Istanbul and is still a part of Turkey. In 1453, the Turk conquered Constantinople. കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കി 1453 പിടിച്ചെടുത്തപ്പോൾ which was the capital of the Eastern Roman Empire. ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ ആണ് കോൺസ്റ്റാന്റിനോപ്പിൾ. Now Constantinople is known by the name ഇസ്താംബുൾ. ഇപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ അറിയപ്പെടുന്നത് ഇസ്താംബുൾ എന്നാണ്. ആൻഡ് ഈസ് സ്റ്റിൽ എ പാർട്ട് ഓഫ് തുർക്കി. തുർക്കിയുടെ ഒരു ഭാഗമാണ് ഇസ്താംബുൾ. അടുത്ത് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സ്റ്റാർട്ടഡ് ഇൻ ഇംഗ്ലണ്ട്. ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഇംഗ്ലണ്ടിലാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. തുർക്കി കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് ഏത് വർഷത്തിലാണ്? 1453. 1453. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. നെയിം ദ സയന്റിസ്റ്റ് who invented spinning jenny which brought about
tremendous changes in the textile industry. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ പുതിയ മാറ്റം വരുത്തിയ സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ജെയിംസ് വാട്ട്, ജോൺ കെ, ജോർജ് സ്റ്റീഫൻസൺ, ജെയിംസ് ഹാർഗ്രീവ്സ്. ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ആരാണ് സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത്? സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. ആരാണ്? ജെയിംസ് ഹാർഗ്രീവ്സ്. സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് നോക്കാം. സ്റ്റീം എഞ്ചിൻ വാസ് ഇൻവെന്റഡ് ബൈ ജെയിംസ് വാട്ട്. സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് വാട്ട്. Locomotive which started the railway transport was the contribution of George Stephenson. ജോർജ് സ്റ്റീഫൻസന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് ലോക്കോമോട്ടീവ് സ്റ്റാർട്ട് ചെയ്ത റെയിൽവേ ട്രാൻസ്പോർട്ട്. ഫ്ലൈയിങ് ഷട്ടിൽ വാസ് ഇൻവെന്റഡ് ബൈ ജോൺ കെ. ഫ്ലൈയിങ് ഷട്ടിൽ ഇൻവെന്റ് ചെയ്തത് ആരാണ്? ജോൺ കെ. ഇതൊക്കെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ പലതും കഴിഞ്ഞ വർഷങ്ങളിലെ USS എക്സാമിന് വന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. What helped in propagating the Renaissance ideas among the masses? What helped in propagation the Renaissance ideas among the masses? റെനൈസൻസിന്റെ പുതിയ ആശയങ്ങൾ കണ്ടുപിടിച്ചത് ഇതിൽ ഏത് പ്രസ്താവനയാണ്? ഓപ്ഷൻസ് വായിക്കാം. Propounding the theory of the solar system, the invention of telescope, the invention of printing press, none of the above. മുകളിൽ പറഞ്ഞത് ഒന്നുമല്ല. ഇൻവെൻഷൻ ഓഫ് ടെലസ്കോപ്പ്, ടെലസ്കോപ്പ് കണ്ടുപിടിച്ചതാണോ, പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചതാണോ, അതോ സോളാർ സിസ്റ്റത്തിന്റെ തിയറി ആണോ? ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് നോക്കാം. ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദ ഇൻവെൻഷൻ ഓഫ് പ്രിന്റിംഗ് പ്രസ്. The invention of printing press ആണ് ആൻസർ. പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത് ആരാണ്? ജോഹന്നാസ് ഗുട്ടൻബർഗ് ആണ് പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പേ ഇതിന്റെ മെയിൻ പോയിന്റ്സ് നോക്കാം. Copernicus propounded the theory of the solar system and announced that the earth revolves around the sun and disproved the belief that the earth was the center of the universe. സോളാർ സിസ്റ്റത്തിന്റെ പുതിയ ആശയം കണ്ടുപിടിച്ചത് ആരാണ്? കോപ്പർനിക്കസ്. ആൻഡ് അനൗൺസ്ഡ് എന്നിട്ട് പ്രഖ്യാപിച്ചു that the earth revolves around the sun. എർത്ത് സണ്ണിന് ചുറ്റും കറങ്ങുന്നു എന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് ഡിസ്പ്രൂവ് ചെയ്തു the belief that the earth was the center of the universe. യൂണിവേഴ്സിന്റെ സെന്റർ എർത്ത് ആണെന്ന് ഡിസ്പ്രൂവ് ചെയ്യുകയും ചെയ്തു. അടുത്ത പോയിന്റ് നോക്കാം. ഗലീലിയോ ഗലീലി an Italian scientist invented the telescope. ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ഗലീലിയോ ഗലീലിയാണ് ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത്. He scientifically proved the theory of the solar system. സോളാർ സിസ്റ്റത്തിന്റെ തിയറി പ്രൂവ് ചെയ്തത് ഗലീലിയാണ്. Put forward by Copernicus was true എന്ന്. കോപ്പർനിക്കസ് പറഞ്ഞ പ്രസ്താവന ശരിയാണെന്ന് ഗലീലിയോ ഗലീലി ടെലസ്കോപ്പിലൂടെ കണ്ടുപിടിച്ചു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. The vision primarily concerned with the various aspects of human life is known as. The vision primarily concerned with the various aspects of human life is known as. ഹ്യൂമനിസം ആണോ, റെനൈസൻസ് ആണോ, റേഷണാലിസം ആണോ, എൻലൈറ്റ്മെന്റ് ആണോ? ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? ഹ്യൂമനിസം ആണ് കറക്റ്റ് ആൻസർ. The vision primarily concerned with the various aspects of human life is known as humanism. ഇതിലെ മെയിൻ പോയിന്റ്സ് നോക്കാം. Extra informations about questions. A new awakening in all spheres of human life is known as Renaissance.
The rationalism means giving more importance to reasoning and finding out the causes of various things. Rationalism എന്നാൽ give more important, കൂടുതൽ ഇമ്പോർട്ടന്റ് റീസണിങ്ങിനും ഫൈൻഡിങ്ങിനും, കണ്ടെത്തലിനെ കുറിച്ച് കൂടുതൽ ഇമ്പോർട്ടന്റ് നൽകുന്നതാണ് rationalism. Rationalism means giving more importance to reasoning and finding out the causes of various things. അടുത്ത പോയിന്റ് നോക്കാം. Enlightenment is a cultural and rational movement. Enlightenment is the cultural and rational movement that grew up in Europe. യൂറോപ്പിലാണ് enlightenment by questioning superstitious beliefs through scientific principles. ശാസ്ത്രത്തിൽ വിശ്വസിച്ചിരുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എൻലൈറ്റ്മെന്റുമായി കൾച്ചറലും റേഷണലുമായ മൂവ്മെന്റ് യൂറോപ്പിൽ ഉടലെടുത്തു എന്നാണ്, യൂറോപ്പിൽ വളർന്നു എന്നാണ് ഈ പോയിന്റ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെയിം ദ ഫേമസ് വർക്ക് ഓഫ് പെട്രാക്ക്. പെട്രാക്കിന്റെ ഫേമസ് വർക്ക് ഏതെന്നാണ് ചോദ്യം. ഇത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്, ക്ഷമിക്കണം. ഡിവൈൻ കോമഡി, ഡോൺ ക്വേസർട്ട്, ഇൻ പ്രൈസ് ഓഫ് ഹോളി, സീക്രട്ടം. ഇതിൽ ഏതാണ് ശരി? ഡിവൈൻ കോമഡി ആണോ, ഡോൺ ക്വേസർട്ട് ആണോ, ഇൻ പ്രൈസ് ഓഫ് ഹോളി ആണോ, സീക്രട്ടം ആണോ ഫേമസ് വർക്ക് ഓഫ് പെട്രാക്കിന്റെ? പെട്രാക്കിന്റെ ഫേമസ് വർക്ക് എന്ന് പറയുന്നത് സീക്രട്ടമാണ്. സീക്രട്ടമാണ് പെട്രാക്കിന്റെ ഫേമസ് വർക്ക്. ഇതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് നോക്കാം. ഡിവൈൻ കോമഡി വാസ് റിട്ടേൺ ബൈ ഡാന്റെ. ഡിവൈൻ കോമഡി റൈറ്റ് ചെയ്തത് ആരാണ്? ഡാന്റെ. ഡിവൈൻ കോമഡി ഡാന്റെ. ഡോൺ ക്വേസർട്ട് വാസ് റിട്ടേൺ ബൈ സെർവാന്റസ്. ഡോൺ ക്വേസർട്ട് സെർവാന്റസിന്റെ വർക്കാണ്. ഇൻ പ്രൈസ് ഓഫ് ഹോളി വാസ് റിട്ടേൺ ബൈ ഇറാസ്മസ്. ഇൻ പ്രൈസ് ഓഫ് ഹോളി ഇറാസ്മസിന്റെ വർക്കാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. Who propounded the theory of solar system? നമ്മൾ നേരത്തെ കണ്ടു. Who propounded the theory of solar system? സോളാർ സിസ്റ്റത്തിന്റെ തിയറി പ്രൊപ്പോണ്ട് ചെയ്തത് ആരാണ്? കോപ്പർനിക്കസ് ആണ് ശരിയായ ഉത്തരം. Who propounded the theory of solar system? The theory of solar system ആരാണ്? കോപ്പർനിക്കസ് ആണ് പ്രൊപ്പോണ്ട് ചെയ്തത്. ഇത് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഈ ക്വസ്റ്റ്യനും ഞാൻ അടുത്ത് പറയാൻ പോകുന്ന ക്വസ്റ്റ്യനും മുമ്പുള്ള പരീക്ഷയിൽ ചോദിച്ച 2 ചോദ്യങ്ങളാണ്. അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഐഡന്റിഫൈ ദ റോങ് പെയർ. ഇത് 2018 എന്തോ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഇതിലെ റോങ് പെയർ, തെറ്റായ ജോഡി ഏതെന്നാണ് ചോദ്യം. ബൊക്കാഷിയോ ദ ഡെക്കാമറൻ ആണോ, മൈക്കലാംഗലോ ദ ലാസ്റ്റ് സപ്പർ ആണോ, ജോൺ കെ ഫ്ലൈയിങ് ഷട്ടിൽ ആണോ, കോപ്പർനിക്കസ് ടെലസ്കോപ്പ് ആണോ? നമ്മൾ നേരത്തെ കണ്ടു. ഇതിൽ ഏതാണ് തെറ്റായ പ്രസ്താവന? കോപ്പർനിക്കസ് ടെലസ്കോപ്പ് അല്ല, ഇതാണ് തെറ്റായ പ്രസ്താവന. പിന്നെ കോപ്പർനിക്കസ് ഏതാണ്? സോളാർ സിസ്റ്റം, ദ തിയറി ഓഫ് സോളാർ സിസ്റ്റം ആണ് കോപ്പർനിക്കസ്. ബാക്കിയൊക്കെ ശരിയാണ്. ബൊക്കാഷിയോ ദ ഡെക്കാമറൻ ആണ്, മൈക്കലാംഗലോ ദ ലാസ്റ്റ് സപ്പർ ആണ്, ജോൺ കെ ഫ്ലൈയിങ് ഷട്ടിൽ ആണ്. അടുത്ത മോർ ഇൻഫർമേഷൻസ് നമുക്ക് നോക്കാം. More information. Renaissance means rebirth. Renaissance എന്ന അർത്ഥം കൊള്ളുന്നത് rebirth ആണ്. Renaissance means, Renaissance എന്നാൽ rebirth എന്നാണ് ഇവിടെ പറയുന്നത്. പുനർജന്മം. Renaissance പുനർജന്മം. Renaissance was the change from the medieval period to modern period. Medieval periodൽ നിന്നും modern periodലോട്ടുള്ള മാറ്റമാണ് Renaissance. അത് മെയിൻ പോയിന്റ് ആണ്. The conquest of Constantinople by the Turks in 1453 was the main reason for the Renaissance. അടുത്ത മേജർ റിസൾട്ട്സ് ഓഫ് Renaissance നോക്കാം. എക്സ്പാൻഷൻ ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം വളരെയധികം വ്യാപിച്ചു. ഡിസ്കവറി ഓഫ് ന്യൂ ലാൻഡ്സ്, പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചു. അതിന്റെ എക്സാമ്പിൾ ആണ് അമേരിക്കയും ഓസ്ട്രേലിയ. അങ്ങനെ പലതരം ലാൻഡ്സ് അവർ കണ്ടുപിടിച്ചു. ഗ്രോത്ത് ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, കലകൾ വളർന്നു. ഇൻവെൻഷൻ ഓഫ് പ്രിന്റിംഗ് പ്രസ്,
ഇൻവെൻഷൻ ഓഫ് പ്രിന്റിംഗ് പ്രസും മെയിൻ ഒരു പോയിന്റ് ആണ്. ഗുട്ടൻബർഗ് ആണ് 1445 പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത്. ഗുട്ടൻബർഗ് 1455 പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചു. Renaissance in science. Renaissance in science. Kepler proved that the Earth and the other planets revolve around the Sun. Kepler prove ചെയ്തു എർത്തും മറ്റു പ്ലാനറ്റ്സും സണ്ണിനെ റൗണ്ട് ചെയ്യുന്നു എന്ന് കെപ്ലർ പ്രൂവ് ചെയ്തു. ഗലീലിയോ ഒബ്സർവ്ഡ് ദ സെലക്ഷൻ ബോഡീസ് ത്രൂ ടെലസ്കോപ്പ്. ഗലീലിയോ ടെലസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്ത് കുറേയധികം കാര്യങ്ങൾ കണ്ടുപിടിച്ചു. ന്യൂട്ടൺ പ്രൊപ്പോണ്ടഡ് ദ തിയറി ഓഫ് ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷൻ എന്ന തിയറി ന്യൂട്ടനും സോളാർ സിസ്റ്റം എന്ന തിയറി കോപ്പർനിക്കസും പ്രൊപ്പോൺ ചെയ്തു. അടുത്തത് ഒരു ടേബിൾ ആണ്. റൈറ്റർ, പെയിന്റേഴ്സ്, വർക്ക്സ്. റൈറ്ററും പെയിന്റേഴ്സും അവർ ചെയ്ത വർക്കുമാണ്. തോമസ് മൂർ, ഉട്ടിയോപ്യ. തോമസ് മൂറിന്റെ വർക്ക് എന്താണ്? ഉട്ടിയോപ്യ. മാക്കിയാവെല്ലി, പ്രിൻസ്, ദ പ്രിൻസ്. ജോൺ മിൽട്ടൺ, പാരഡൈസ് ലോസ്റ്റ്. സെർവാൻഡസ്, ഡോൺ ക്വൈസേർഡ്. ലിയനാർഡോ ഡാവിഞ്ചി, മൊണാലിസ. മൈക്കൽ ആംഗലോ, പിയറ്റ. ഇതൊക്കെ മെയിൻ വർക്ക്സ് ആണ്. അത് നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കണം. ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ മാത്സിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. USSുമായി ബന്ധപ്പെട്ടതാണ്. അത് നിങ്ങൾ കാണണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.